So hi all, once again welcome back to Learn Faces YouTube ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ SSLC മാത്സിലെ ചാപ്റ്റർ 6 ആയ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്കറിയാം ഫുള്ള് എക്സ് ആക്സിസ് വൈ ആക്സിസ്. സോ ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പിലെ എക്സ് അക്ഷവും വൈ അക്ഷവും ചേർത്തിട്ടാണ് നമ്മൾ ഒരു പ്ലേസിൽ എത്തിച്ചേരുന്നത്. ഇനി ഒരുപാട് നീളത്തിലുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നമ്മളോട് SSLC മാത്സിലെ കോർഡിനേറ്റ് എന്ന ചാപ്റ്ററിൽ നിന്നും വളരെയധികം നമുക്ക് ഗ്രിഡ്, അതായത് നമ്മളൊരു ഗ്രാഫിൽ നിന്നും എങ്ങനെ നമ്മൾ ഈ ഒരു കോർഡിനേറ്റ്സ് അടയാളപ്പെടുത്തിയെടുക്കും എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഒട്ടും ലാഗ് അടിപ്പിക്കുന്നില്ല, നമ്മൾ വേഗം വീഡിയോയിലേക്ക് കിടക്കണം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ ഒരു ലേൺ ഫേസസ് എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അതിന് മുമ്പ് ഈ വീഡിയോക്ക് ലൈക്ക് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് നമുക്ക് 488 നമുക്ക് ക്രിസ്മസ് എക്സാമിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു 500 സബ്സ്ക്രൈബ്. ക്രിസ്മസ് എക്സാമിന് മുമ്പ് നമുക്കൊരു 500 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം. അതിൻ്റെ ഒരു ആഗ്രഹമാണ്. സോ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് നമുക്കിത് നോക്കാം. യെസ്, നമ്മളെ മാത്സിലെ കോർഡിനേറ്റ്സ് ആണ്. സോ ഓക്കെ, പല സ്കൂളുകളിലും ഈ ഒരു ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് വിഷയമൊന്നുമില്ല, ഈ ഒരു ചാപ്റ്റർ ഞാൻ വളരെ ഈ ഒരു ഭാഗം ഇത് നമ്മൾ ഗ്രാഫിൽ നിന്നും എങ്ങനെ നമുക്ക് മാർക്ക് വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്തെടുക്കാം എന്നതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടും ലാഗ് എടുപ്പിക്കുന്നില്ല. അതായത് അതിന് മുമ്പ് ഒരു ഒറ്റ കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്, അതായത് ഈ ഒരു PDF നോട്ടായിട്ട് നിങ്ങൾക്ക് നമ്മളിവിടെ കിട്ടും. നമ്മുടെ വാട്സപ്പ് ചാനലിൽ കിട്ടും. കഴിഞ്ഞു പോയ വീഡിയോസിൻ്റെയും എല്ലാ വീഡിയോസിൻ്റെയും നോട്ട് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് പോയി ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ആൻഡ് അവിടെ ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ നമ്മൾ അവസാനമായിട്ട് നമ്മൾ ഇതേമാതിരി ഒരു വീഡിയോ ചെയ്തതാണ്. നമ്മൾ ഏകദേശം 12-13 ദിവസത്തിന് ശേഷം മുമ്പെയാണ് നമ്മൾ ചെയ്തത്. സോ അതിനുശേഷം വന്ന ഈ ഒരു വീഡിയോ മൊത്തം എന്തായിരുന്നു നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ അത് വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടാവും. പലരും നമ്മൾ കോൾ ഇട്ട് നോക്കി എങ്ങനെയാണ് അവസ്ഥ, അവർക്കൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ ആണ് ഇഷ്ടമെന്നാണ് പറഞ്ഞത്. സോ അതിന് മുമ്പൊന്നും പറയുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഇനി അങ്ങോട്ട് ഓക്കെ നമ്മൾ ശരിയാക്കാം. നമുക്ക് ഇനി അങ്ങോട്ട് ഫേസ് ചെയ്യാനുള്ള വീഡിയോ ആയിരിക്കും ചെയ്യാം. ആൻഡ് നോക്കാം. നമുക്ക് അതിന് മുമ്പ് ഒരൊറ്റ കാര്യം, കുറേ കാര്യമില്ല ക്ലാസിഫൈ. അതായത് നമ്മളിനി ക്ലാസ് അതായത് 7ാം ക്ലാസ്സിൻ്റെ യൂട്യൂബിൽ ലൈവ് തുടങ്ങും. അതായത് 7ാം ക്ലാസ്സിൻ്റെ യൂട്യൂബിൽ ലൈവ് ഓൾറെഡി പെട്ടെന്ന് വരും. ആൻഡ് അതോടൊപ്പം ആ ലൈവിൽ നമ്മൾ പറയുന്നത് എന്തായിരിക്കും, സ്റ്റഡി പ്ലാൻ വെച്ചാൽ 7ാം ക്ലാസ്സിലുണ്ടാവും ആൻഡ് 10ാം ക്ലാസ്സിലുണ്ടാവും. എല്ലാവർക്കും ലൈവ് ഉണ്ടാവും കേട്ടോ. ആൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് നമുക്ക് തുടങ്ങാം. ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കുന്നത്. ഇനി ഒരു നീട്ടും വീട്ടിലൊന്നുമില്ല. ആൻഡ് നമ്മൾ പെട്ടെന്ന് ചാപ്റ്ററിലേക്ക് കിടക്കാൻ കൃത്യം ഒരു 8 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് തീർക്കണം. അതായത് ഈ ഒരു ഗ്രാഫ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഉറപ്പായും കണ്ടിട്ടുണ്ടാവും. ഇതേമാതിരി ഉണ്ടാവില്ല. ആൻഡ് ഇതിൻ്റെ ബോർഡേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ഇതേമാതിരി ഒരു 2 ആരോമാർ കുറച്ചിട്ട് 1 2 3 അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ആൻഡ് നമ്മളോട് ചോദിക്കേണ്ടത് ഈ ഒരു പോസിറ്റീവ്, അതായത് ഈ ഒരു ഭാഗം, ഈ ഒരു ഒറിജിൻ അല്ലെ ഈ ഒരു ഒറിജിൻ എന്നതിലെ ഈ ഒരു ഒറിജിൻ എല്ലാവർക്കും പരിചിതമായിരിക്കും. ഈ ഒരു ഒറിജിൻ്റെ സൂചക സംഖ്യ എങ്ങനെയായിരിക്കും അറിയാം? 0,0. യെസ്, അതറിയാം അല്ലേ? ഒറിജിൻ്റെ സൂചക സംഖ്യ അല്ലെ ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ 0,0 ആണെന്ന് അറിയാം. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കാം. ആൻഡ് അതിന് ഒറിജിൻ എന്ന് ഇംഗ്ലീഷിലാണ്. അപ്പോൾ മലയാളത്തിൽ എന്തായിരിക്കും പറയാം? മലയാളത്തിൽ പറയുന്ന പേര് എന്തായിരിക്കും? അപ്പം യെസ്, ഒന്നുമില്ല, സിമ്പിളാണ്. അതിനെ പറയുന്ന പേരാണ് ആധാര ബിന്ദു. വീട്ടിലെ ആധാരമല്ല, ആധാര ബിന്ദു അല്ലെങ്കിൽ വീട്ടിലുള്ള ഹൗസിംഗ് അല്ലെ വീടിൻ്റെ ആധാരമല്ല, നമ്മൾ ഈ ഒരു കോർഡിനേറ്റ്സിൻ്റെ ആധാരം എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് വ്യത്യാസം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു വൈ ആക്സിസ് എന്ത്, എക്സ് ആക്സിസ് ഇതൊക്കെ എന്ത് ആക്സിസാണ്? അതൊന്നുമില്ല, നമ്മൾ ഈ ഒരു ഇത്ര കൊടുത്താൽ മതി. ആൻഡ് സിമ്പിളാണ്. അതായത് എനിക്കിപ്പോൾ എക്സ് അക്ഷത്തിലേക്ക് പോകുമ്പോൾ എക്സ് അക്ഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ എന്തായിരിക്കും? ഫുള്ള് പ്ലസ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ഇട്ട് എക്സ് അക്ഷം ഒരു കളിയില്ല. ആൻഡ് അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ആൻഡ് ബാക്കോട്ടേക്ക് വരുമ്പോൾ എന്തായിരിക്കും? അതായത് എക്സ് അക്ഷത്തിൽ നിന്ന് ബാക്കോട്ടേക്ക് വരുമ്പോൾ എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. അത് ഫുൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് ഞാനിപ്പോൾ എക്സ് അക്ഷത്തിൽ നിന്ന് മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ പോസിറ്റീവും, എക്സ് അക്ഷത്തിൽ നിന്ന് ബാക്കോട്ടേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. സെയിം പിച്ചാണ് വൈ അക്ഷത്തിൽ നിന്ന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ പോസിറ്റീവ്, വൈ അക്ഷത്തിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലിയർ, അതായത് ആ ഒരു ഭാഗം ക്ലിയർ ആക്കിയില്ല. അതായത് എക്സ് അക്ഷത്തിൽ നിന്ന് മുന്നോട്ടേക്ക് പോകുകയാണ് അവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് എക്സ് അക്ഷത്തിൽ നിന്ന് ബാക്കോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് വൈ അക്ഷത്തിൽ നിന്ന് മുകളിലേക്ക് പോകുകയാണ് അത് പോസിറ്റീവും, വൈ അക്ഷത്തിൽ നിന്ന് അടിയിലേക്ക് വരികയാണെങ്കിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവും ആയിരിക്കും. ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് കരുതാണ്. ഓക്കെ, ആൻഡ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. യെസ്, ഇതെന്താ സാറേ ABCDEFG എന്നൊക്കെ അല്ല, നമ്മൾ ഈ ഒരു പോയിന്റ്സിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അക്ഷരങ്ങൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടെത്തുക.
സോ ഈസി വേ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ എ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ എനെടുത്ത് ഇവിടെ ആഡ് ചെയ്യും. ഇതോടുകൂടി അതായത് ഇ എന്നത്, അതായത് ഈ കാണുന്ന ഇ നിങ്ങൾക്ക് ഞാൻ എന്താ കമൻറ്റ് ചെയ്യാനായിട്ട് തരിക. ഇ എന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് തരിക. ഓക്കെ, ഞാൻ പെട്ടെന്ന് തീർക്കാം. അതായത് കൃത്യം 8 മിനിറ്റിനുള്ളിൽ നമുക്ക് തീർക്കാനുണ്ട്. അതായത് നോക്കാം. അതായത് ആദ്യം എ കൃത്യമായി ശ്രദ്ധിക്കുക. ആദ്യം എയിൽ നമ്മൾ എക്സ് അക്ഷമാണല്ലോ ഫസ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, അതിന് ഒറ്റ കാര്യം പറയാനുണ്ട് ഗൈസ്, അത് വിട്ടുപോയി. നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? അടയാളപ്പെടുത്തേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് ഞാനിപ്പോൾ എ എന്നൊരു ഭാഗം എടുക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യാം? ആദ്യം എക്സ് ആണ് അടയാളപ്പെടുത്തേണ്ടത്. എങ്ങനെയാണ്? ആദ്യം എക്സ് ആക്സിസ് ആണ് എന്ത് ചെയ്യേണ്ടത്? അടയാളപ്പെടുത്തേണ്ടത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? വൈ ആക്സിസ്. അപ്പോൾ ചോദിക്കും എന്തായിരിക്കും ചോദിക്കുക? യെസ്, ഈ രണ്ട് ബ്രാക്കറ്റ് എന്തിനാണ്? സെയിമിച്ച് നിങ്ങൾ പോയി കല്യാണത്തിന് മുമ്പ് ഡ്രസ്സ് കാണാൻ പോകുക അല്ല, സെയിമിച്ച്. അതായത് ഈ എക്സിനും വൈക്കൊരു ഡ്രസ്സ് പോലെ എടുത്തതാണെന്ന് 2 ബ്രാക്കറ്റ് കേട്ടോ. ആ ബ്രാക്കറ്റ് ഇടണം, അല്ല മാർക്ക് പോണ വൈ അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുകയാണ്. അതായത് എ എന്ന ആക്സിസ് നോക്കാം. എ എന്ന അക്ഷരം, അതായത് ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ. ഒറിജിനിൽ നിന്ന് നമുക്ക് ബാക്കോട്ടാണോ മുന്നോട്ടാണോ? എ എന്ന് പറഞ്ഞാൽ ബാക്കോട്ടേക്കാണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ചെയ്ത -3 എത്തിയപ്പോൾ വണ്ടി മുന്നോട്ടല്ല, വണ്ടി ഓഫായി പോയി. കാരണം എന്താ? -3 നേരെ മുകളിലാണ് ആരുള്ളത്? എ ഉള്ളത്. അപ്പോൾ എന്താ ആ -3 നിർത്തി. അപ്പോൾ എക്സ് ആക്സിസ് കിട്ടിയ -3 നേരെ മുകളിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മൾ ആളുള്ളത്. ആൻഡ് അവിടെ നിന്നും നേരെ ഇങ്ങോട്ടേക്ക് പോവാം. നേരെ വന്ന് നോക്കുകയാണ്. നേരെ എക്സ് ആക്ഷനിൽ നിന്നും അല്ല വൈ എക്സ് ആക്ഷൻ കഴിഞ്ഞു. എക്സ് ആക്ഷൻ -3 എന്ന് കിട്ടി. ആൻഡ് വൈ ആണ് എന്ത്? എ അല്ലേ? വൈ അതായത് എയിൽ നിന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ എന്താ? വൈ അത് കാണുന്ന എന്ത്? 2. അപ്പോൾ നമുക്ക് ഒന്നിൻ്റെ ആൻസർ കിട്ടി. എന്തായിരിക്കും? -3, -3,2 അല്ലേ? -3,2 കിട്ടിയല്ലോ. -3,2. ആൻഡ് ബി നോക്കാം നമുക്ക്. ബി ഞാനിപ്പോൾ എക്സ് അക്ഷനിൽ നിന്ന് എനിക്ക് മുന്നോട്ടേക്കാണ് കൊണ്ടത്. ഞാൻ യാത്ര ചെയ്യാണ്. യാത്ര ചെയ്തു. ആൻഡ് 4 വണ്ടി ഓഫായി പോയി. ആൻഡ് അവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ബി കാണുന്നുണ്ട്. ഞാൻ ബിയുടെ അടയാളപ്പെടുത്തി. ബി എന്ന വാർപ്പിൻ്റെ മുകളിൽ നിന്ന് ബി എന്ന റോഫ് അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് ഞാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് നേരെ നോക്കുമ്പോൾ നമ്മൾ വൈ അക്ഷത്തെ കാണുന്നു. അപ്പോൾ എന്താ? എക്സ് ഏതാണ്? എക്സ് 4 ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ എന്താ? 4,3 അല്ലേ? 4,3 കിട്ടി. 4,3 എന്നത് കിട്ടി. ആൻഡ് നെക്സ്റ്റ് നോക്കാം. നമുക്ക് അടുത്തതായിട്ട് ഇതാണ്. ഇനി എ ബി സി നോക്കാം. നമുക്ക് സി ആണ് നോക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതാണ്. സി നോക്കാം. സി എന്താണ്? ഞാനിപ്പോൾ യാത്ര ചെയ്യാണ്. നേരെ വണ്ടി ഇങ്ങനെ പോയിപ്പോൾ ഒന്നിൽ തന്നെ. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു സെക്കൻഡ് ആയി വണ്ടി നിന്ന്. കാരണം നമ്മൾ ഒന്നിലെത്തി. ആ ഒന്നിൽ നിന്ന് നേരെ മുകളിലേക്ക് പോകുമ്പോൾ സി ആണ്. ഒന്നിൽ ഞാൻ നേരെ മുകളിലേക്ക് പോകുമ്പോൾ സി അവിടെയുണ്ട്. ഓക്കെ, ഞാൻ ആ സീനെ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ സീനെ കൊണ്ട് വലിച്ചെടുത്തു. ആ സീനെ വലിച്ചെടുത്തപ്പോൾ നേരെ സീനെ വലിച്ചെടുത്ത് വെറുതെ നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല. ആദ്യമായിട്ട് വൈ അക്ഷരത്തിൻ്റെ 1 കാണും. ജസ്റ്റ് ആയിട്ട് നോക്കി അതിനെ പിടിച്ചു. അപ്പോൾ എന്താ കിട്ടി? അപ്പോൾ എന്താ? 1,1 എക്സ് അക്ഷൻ എന്ന് പറഞ്ഞാൽ 1, വൈ അക്ഷൻ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ എന്താ കിട്ടി? എന്താ? വൈൻ്റെ അക്ഷൻ എന്തായിരിക്കും? 1,1 ആയി. അതിൻ്റെ മാർക്ക് കിട്ടി. ആൻഡ് നെക്സ്റ്റ് നോക്കാം. അടുത്തത് നോക്കാം. ഡി നോക്കാം. അപ്പം എ കഴിഞ്ഞു, ബി കഴിഞ്ഞു, സി കഴിഞ്ഞു, ഡി കഴിഞ്ഞു. ഇനി അടുത്ത് ഡി ആണ് നോക്കാൻ പോകുന്നത്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കും സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതിപ്പോൾ ഞാൻ ഒറിജിനിൽ നിന്ന് ഇതാണ്. ഈ ഒറിജിനാണ് എൻ്റെ വീട് എന്ന് ഓർത്താൽ മതി. ഒറിജിനാണ് എൻ്റെ വീട് നോക്കുക. ആൻഡ് ഈ ഒരു ഓയിൽ നിന്ന് ഞാൻ നേരെ യാത്ര ചെയ്യാണ്. ബാക്കോട്ടേക്കാണ് എനിക്ക് പോകേണ്ടത്. ബാക്കോട്ടേക്ക് പോകുമ്പോൾ നെഗറ്റീവാണ്. 3-ലെത്തിയപ്പോൾ വണ്ടി അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ടാണില്ല. നേരെ അടിയിലേക്ക് ഒരു ഇറക്കം കാണുന്നു. ആ ഇറക്കം ഞാൻ വെറുതെ ഇറങ്ങി നോക്കുകയാണ്. അപ്പോൾ ഡി എന്നൊരാൾ എനിക്ക് കിട്ടേണ്ട ആളതാ. ഡി അവിടെ ഉണ്ട്. ഞാൻ ആ ഡീനെ ജസ്റ്റ് ഒന്ന് എടുത്തു. ഞാൻ നേരെ ഡീനെ നോക്കും. അവിടെ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മൾ വൈ അക്ഷൻ -2 രണ്ടാമത്തെ കിട്ടേണ്ട ആളതാ. അപ്പോൾ എന്താ? എക്സ് അക്ഷൻ എന്തായിരിക്കും? എക്സ് അക്ഷൻ -3 ആൻഡ് വൈ അക്ഷൻ എന്തായിരിക്കും? -2 അല്ലേ? അപ്പം നമുക്ക് ക്യാൻസൽ ചെയ്യാം. -3,2 അപ്പോൾ ചോദിക്കട്ടെ, ഈ എന്നത് ഇൻ്റെ എക്സ് അക്ഷവും ഇൻ്റെ വൈ അക്ഷവും ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ എന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ എന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാം. അത് ഇങ്ങനെയാണ് നമ്മളൊരു ഗ്രാഫിൽ നിന്നും എന്ത് ചെയ്യുക? നമ്മൾ ഭാഗങ്ങളെ അടയാളപ്പെടുത്തി ക്ലിഞ്ചനായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്താ? ഇത്രയേ ഉള്ളൂ. ഇതന്നെ ചെയ്യുമ്പോൾ നമുക്ക് 2-3 മാർക്ക് നമുക്ക് കിട്ടും. ആദ്യം എക്സ് അക്ഷം വൈ അക്ഷം അതിനൊരു ഉൾപ്പെട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഇതിന് ആധാര ബിന്ദു എന്ന് പറയും. മുന്നോട്ടേക്ക് പോകുമ്പോൾ പോസിറ്റീവ്, ബാക്കോട്ടേക്ക് വരുമ്പോൾ നെഗറ്റീവ്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ആൻഡ് അതിന് മുമ്പ് ഈ ഒരു വീഡിയോയുടെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ മറ്റേ വീണ്ടും കണ്ടോട്ടാം. അതുവരേക്കും എന്ത് ചെയ്യാം? നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പറഞ്ഞു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ക്രിസ്മസ് എക്സാമിന് മുമ്പ് 500 സബ്സ്ക്രൈബേഴ്സ് നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം. എൻ്റെ ഒരു ആഗ്രഹമാണ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നമുക്ക് ഇത്രയും കിടിലായ വീഡിയോ കാര്യങ്ങൾ തരുന്നത്. ഞങ്ങൾ ഫുള്ള് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ആൻഡ്
ഞാൻ ശ്രമിക്കട്ടെ, പരമാവധി നമ്മൾ ശ്രമിക്കും. അതിന് മുമ്പ് ഒരു കാര്യം, ഒറ്റ കാര്യം എൻ്റെ മുമ്പ് ഇത്രയേ ഉള്ളൂ. നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ലൈവ് തുടങ്ങുന്നുണ്ട്, അതേപോലെ 10ൻ്റെ ലൈവ് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റഡി പ്ലാൻ തരും. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇനി നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ഡൗട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതാണ്. സോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, താങ്ക് യു.